ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക് സെൻറ്റർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വേർഡ്പ്രസ്സിൽ എങ്ങനെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് wordpress.com ആദ്യം പോവുക. ഇതിലിപ്പോൾ നമുക്ക് പ്ലാൻസ് ആൻഡ് പ്രൈസിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്രീ ആയിട്ട് ചെയ്യുകയാണ്. അതായത് ഇതിലെ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മന്ത്ലി 250 റുപ്പീസാണ്. അതായത് നിങ്ങൾക്കൊരു ഫ്രീ ഡൊമൈൻ ഒരു വർഷത്തേക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റു സർവീസുകളും ഉണ്ട്. കുറച്ചും കൂടി ഫങ്ഷൻസ് ആഡ് ആയി കിട്ടുന്ന ഒരു ഓപ്ഷനാണ് പ്രീമിയം. അത് മന്ത്ലി 350 റുപ്പീസാണ്. അതുപോലെ തന്നെ ബിസിനസ്സിനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 800 റുപ്പീസ് മന്ത്ലി പേ ചെയ്യണം. ബിസിനസ് പ്ലാൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ കൊമേഴ്സ് പോലത്തെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനെല്ലാം ഫ്രീ ആയിരിക്കും ഇതിൽ. അതായത് നമുക്ക് അഡീഷണൽ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, പുതിയ തീംസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആഡ്സെൻസ്, ഗൂഗിൾ ആഡ്സെൻസ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ വെബ്സൈറ്റ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ 800 ബിസിനസ് പാക്ക് തന്നെ എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഫ്രീ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതായത് ഫ്രീ ഓപ്ഷൻ വെച്ചിട്ട് ഇങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കാണിച്ചു തരാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഫ്രീ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് ഫ്രീ എന്ന ഈ ഓപ്ഷൻ എടുക്കുക. ഓക്കെ, നിങ്ങളൊരു ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ആൻഡ് പാസ്വേഡ്. അതായത് വേർഡ്പ്രസ്സിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് യുവർ അക്കൗണ്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ഈ മെയിൽ ID വെച്ചിട്ടൊരു അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ സൈറ്റിൻ്റെ പേര് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ സജിൽസ് ടെക് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിനുശേഷം ഇത് ഏതൊരു കാറ്റഗറിയിലാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ ഇതൊരു ബിസിനസ് വെബ്സൈറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഒരു ബിസിനസ് കൊടുക്കാം. ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ ടിക്ക് ചെയ്യുക, ദെൻ കണ്ടിന്യൂ. ഈ ഒരു സെക്ഷനിൽ നമ്മളുടെ വെബ് അഡ്രസ്സ്, അതായത് ഈ സൈറ്റിൻ്റെ ഡൊമൈൻ നെയിമാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഡൊമൈൻ നെയിം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി ഓൺ എ ഡൊമൈൻ എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഫ്രീ ആയിട്ടൊരു ഡൊമൈനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതായത് 100% ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് നമുക്ക് എങ്ങനെ ഒരു ഡൊമൈൻ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മറ്റൊരു വെബ്സൈറ്റ് മുഖേന. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടും, ആ വീഡിയോയുടെ ട്യൂട്ടോറിയൽ. പിന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സജിൽസ് ടെക് സെൻറ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. സോ നമുക്ക് ആ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി ഡൊമൈൻ കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ ഒരു പ്ലാൻ ഉണ്ട്, അത് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അതായത് സ്റ്റാർട്ട് വിത്ത് പേഴ്സണൽ പ്ലാൻ, പ്രീമിയം പ്ലാൻ അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ സെലക്ട് ചെയ്യണം നമ്മൾ. കാരണം മറ്റൊരു വെബ്സൈറ്റിൽ നിന്ന് ഡൊമൈൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ മാപ്പ് ചെയ്യാനോ നമ്മൾ ഇതിലെ പ്ലാൻ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് നമ്മൾ website.wordpress.com എന്നുള്ളൊരു ഡൊമൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നമുക്ക് താല്പര്യമുള്ള ആ ഡൊമൈനും അടിച്ചു കൊടുക്കുക. ഓക്കെ, അത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡൊമൈൻ നെയിംസ് ഒക്കെ ഇവിടെ വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് sajilstechcenter.wordpress.com എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കുള്ളൂ. ബാക്കി എക്സ്റ്റൻഷൻസ് എല്ലാം നമുക്ക് പെയ്ഡ് വേർഷനിലേ വരുള്ളൂ. അതിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രീ വേർഷനാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. സോ നമുക്ക് ഫ്രീ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് എക്സ്റ്റൻഷൻ വരുന്ന പ്ലാൻസ് ഉണ്ട് ഇതിൽ. .com, .blog, .com ഇപ്പോൾ ഓൾറെഡി ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ അതിന് പേ ചെയ്യണം. .com എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫ്രീ എടുക്കാം. അതായത് sajilstechcenter.wordpress.com എന്ന് പറയുന്ന ഈ ഒരു ഡൊമൈനെ നമുക്കിപ്പോൾ എടുക്കാം. സെലക്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ട് വിത്ത് ഫ്രീ. അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൽ ID ഒന്ന് കൺഫേം ചെയ്യണം. ഒരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും നമ്മൾ ഈ സൈറ്റ് ക്രിയേറ്റ് ചെയ്തതിനെക്കുറിച്ച്. അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക, ഇതിൽ കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡായിട്ട് വരുന്നത്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ പേജസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് sajilstechcenter.wordpress.com എന്ന് പറയുന്ന ഡൊമൈൻ നെയിം ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഫ്രീ ഡൊമൈൻ ആയിരുന്നു. ഇത് wordpress.com എന്ന് പറയുന്നത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ വേർഡ്പ്രസ് ഇവിടെ നിന്ന് മാറും. .com ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അതായത് സൈറ്റ് ഒന്ന് അപ്പായി കുറച്ച് ഡെവലപ്പായി കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വ്യൂ സൈറ്റ് എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സൈറ്റ് ഏകദേശം ഇതുപോലെ ആയിരിക്കും ഇപ്പോൾ വരുന്നത്. കാരണം ബ്ലാങ്ക് ആണ്, നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഫ്രീ തീംസ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഇവിടെ താഴെ ഇവിടെ പേഴ്സണലൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ കസ്റ്റമൈസ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ ആഡ് ചെയ്യുക, അത് ഇവിടെ വരും.
അതുപോലെ തന്നെ ടാഗ് ലൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമ്മൾ ആ ടാഗ് ലൈൻ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ഈ താഴെ വരും. എന്തെങ്കിലും ഇമേജസ് വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പബ്ലിഷ് ചെയ്യുക. ഓരോ ചേഞ്ചസ് ചെയ്യുമ്പോഴും പബ്ലിഷ്ഡ് എന്നുള്ള ബട്ടൺ, പബ്ലിഷ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ കാണാൻ സാധിക്കും ഫോണ്ട് ഇപ്പോൾ ഓൾറെഡി ചേഞ്ച് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു വെബ്സൈറ്റിലൂടെ. ഓക്കെ, ഈ ഒരു കളർ എടുക്കാം. ഇപ്പോൾ ഒരു സിമ്പിൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫ്രീ വേർഷൻ, wordpress.com എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വരുന്ന ഫ്രീ വേർഷൻ. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പ്ലാൻ അപ്ഗ്രേഡ് ചെയ്താൽ ഒരുപാട് തീംസ് നമുക്ക് ഡൗൺലോഡ് അല്ല ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് യൂസ്ഫുൾ പ്ലഗിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇമേജസ് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്തിടാം. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പുതിയൊരു പോസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഇവിടെ ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ മീഡിയ ഇമേജ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് പേയ്മെൻറ്റ്, ഇപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റാണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് ബട്ടൺ, നമുക്ക് ഏത് ഒരു വെബ്സൈറ്റിലേക്കാണ് പേയ്മെൻറ്റ് വേണ്ടത് ആ ഒരു ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനെല്ലാം അപ്ഗ്രേഡ് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എല്ലാം വളരെ സിമ്പിൾ തന്നെയാണ്. അതായത് ഇപ്പോൾ സൈറ്റിൻ്റെ ഇപ്പോൾ ആകെ ഉള്ളത് ഹോം പേജാണ്. നമുക്ക് വീണ്ടും പേജസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൈറ്റ് പേജ് എന്നുള്ള ഇവിടെ ഇപ്പോൾ എബൌട്ട് പേജ് വേണം. അതിന് വേണ്ടിയിട്ട് എബൌട്ട് അസ് എന്നുള്ള പേജ് ആഡ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് വിസിറ്റ് സൈറ്റ് പ്രസ് ചെയ്യുക. ഇതാണിപ്പോൾ നമ്മൾ ജസ്റ്റ് ഹോം പേജായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സൈറ്റ്. നമുക്കിവിടെ മുകളിൽ കാണാൻ സാധിക്കും sajilstechcenter.wordpress.com എന്നാണ് സൈറ്റിൻ്റെ പേര്. അതുപോലെ തന്നെ ഈ മൈ സൈറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് ആഡ് ചെയ്യേണ്ട, കസ്റ്റമൈസ് ചെയ്യേണ്ട ഫുൾ ഓപ്ഷൻസ് ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരു പോസ്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, ഒരു ബ്ലോഗ് പോസ്റ്റ്. നമുക്ക് ജസ്റ്റ് ഒരു ഇമേജൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. ഓക്കെ, പബ്ലിഷിംഗ് കാണിക്കും. പ്രിവ്യൂ കാണണമെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന പേജിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ പ്രിവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഞാൻ ആ പോസ്റ്റ് ചെയ്ത പുതിയൊരു പോസ്റ്റ്, അതായത് ഹായ് എവരി വൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇമേജ് ആഡ് ചെയ്തു. ആ ഒരു പോസ്റ്റാണ് ഈ വന്നിരിക്കുന്നത്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു പോസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് കൊടുക്കുക. അവിടെ പുതിയൊരു പോസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുക, ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇതിൽ നിന്ന് ഇമേജോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ഫയൽസ് എല്ലാം സെലക്ട് ചെയ്യുക, കൊടുക്കുക. ടെക്സ്റ്റ് എഡിറ്റ് എല്ലാം ചെയ്യാം, എല്ലാ കളേഴ്സും ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം. എല്ലാ സംഭവങ്ങളും ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ പ്ലഗിൻസ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്ലഗിൻസ് വേർഡ്പ്രസ്സിന് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഒരു സൈറ്റിൽ പുതിയൊരു പോസ്റ്റ് വന്നാൽ നമ്മളുടെ ഈ സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക് പോസ്റ്റ് ചെയ്യുന്ന പ്ലഗിൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ സൈറ്റിൽ ഇപ്പോൾ നമ്മൾ പുതിയൊരു പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കും ഓട്ടോമാറ്റിക് പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലഗിനുണ്ട്. അതുപോലെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്ലഗിൻസ് വേർഡ്പ്രസ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം അപ്ഗ്രേഡഡ് വേർഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ ചെയ്ത സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുക. വേർഡ്പ്രസ്സിൽ വരിക, ഇതുപോലെ പുതിയൊരു ഫ്രീ പ്ലാൻ എടുക്കുക, എന്നിട്ട് ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഈ കസ്റ്റമൈസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കളേഴ്സും മറ്റു ഫോണ്ട് എല്ലാം ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ തീംസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം. പുതിയ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള തീംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പ്ലാൻസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തീംസ് അവൈലബിൾ ആണ് ഇതിൽ വേർഡ്പ്രസ്സിൽ. ഇപ്പോൾ ഞാൻ സജിൽസ് ടെക് സെൻറ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എന്തായാലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം പെയ്ഡ് വേർഷൻ യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് പെയ്ഡ് തീംസ്, പെയ്ഡ് ഡൊമൈൻ നെയിം എല്ലാം യൂസ് ചെയ്തിട്ട്. സോ ആ ഒരു വീഡിയോ ഞാൻ ഇനിയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസിൽ ആഡ് ചെയ്യുന്നതാണ്. സോ ഇതുപോലെ ഫ്രീ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേർഡ്പ്രസ്സിൽ വരിക. അതുപോലെ തന്നെ മറ്റൊരു ബ്ലോഗ് സ്പോട്ട് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ സൈറ്റ് ഉണ്ട്, അതിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇനിയുള്ള ട്യൂട്ടോറിയൽസിൽ കാണിച്ചു തരുന്നതാണ്. സോ ഇതുപോലെയാണ് വളരെ സിമ്പിളായിട്ടൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ബാനേഴ്സും മറ്റ് ഇമേജസും ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അത് കാരണമാണ് ഇതിൽ വേറെ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രീ തീംസ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഹോം പേജിൽ വരുമ്പോൾ wordpress.com തീം റാഡ്ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്യുക.
ഇപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം കാണാൻ വേണ്ടിയുള്ള കുറച്ച് ഫ്രീ തീംസ് അവൈലബിൾ ആണ് ഇവിടെയെല്ലാം. നിങ്ങളാകെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ തീമിൻ്റെ ഇപ്പോൾ ഒരു ലൈവ് ഡെമോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ തീമിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഫ്രീ വേർഷനിലാകെ ഈ ഒരു തീമേ അവൈലബിൾ ഉള്ളൂ. ഇപ്പോൾ വേർഡ് പ്രസ്സിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് തീംസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അധികം അവൈലബിൾ അല്ല. കാരണം എല്ലാവരും പെയ്ഡ് വേർഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ദിസ് ഡിസൈൻ ഫ്രീ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് ആക്ടിവേറ്റ് കൊടുക്കുക. ഓക്കെ, ദെൻ കസ്റ്റമൈസ് സൈറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ഇമേജസും മറ്റു സംഭവങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ആ തീം കണ്ട ആ സ്റ്റൈലിൽ നിങ്ങളുടെ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല ഇമേജസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും അപ്പോൾ ഈ വേർഡ്പ്രസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് ഫ്രീ ആയിട്ടൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തൽക്കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ wordpress.com എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേ ചെറിയ പ്രോഡക്റ്റൊക്കെ നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വേർഡ്പ്രസ് യൂസ് ചെയ്യാൻ നമുക്ക് എപ്പോഴും നമ്മൾ പെയ്ഡ് പ്ലാൻസ് യൂസ് ചെയ്യുന്നത് നല്ലത് ബിസിനസ്സിന് വേണ്ടിയിട്ട്. കാരണം ആ വെബ്സൈറ്റ് ഡൊമൈനെ നമുക്ക് വീണ്ടും അടുത്ത വർഷം യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പെയ്ഡ് പ്ലാൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നല്ല സ്റ്റണ്ണിങ് തീംസ് എല്ലാം കിട്ടണമെങ്കിൽ പെയ്ഡ് പ്ലാൻസിൽ തന്നെ പോകണം. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഈ വേർഡ്പ്രസ് ഇപ്പോൾ ഞാൻ കാണിച്ച പോലത്തെ സിമ്പിൾ സ്റ്റെപ്സ് യൂസ് ചെയ്താൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. സോ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക.